ന്യൂസ് 16 കേരള. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകന് ദാരുണാന്ത്യം. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട റിപ്പോർട്ടർക്ക് ദാരുണാന്ത്യം. റാവൽപിണ്ടിയിലെ ചഹാൻ അണക്കെട്ടിന് സമീപം ലൈവ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. ക്യാമറയിൽ പകർത്തിയ അപകട ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കഴുത്തറ്റം വെള്ളത്തിൽ കയ്യിൽ മൈക്രോഫോണുമായി നിന്ന് റിപ്പോർട്ടർ ലൈവ് നൽകുന്നതിനിടെയാണ് വെള്ളത്തിന്റെ ശക്തി വർദ്ധിച്ചത്. അൽ അറബിയ ഇംഗ്ലീഷ് പങ്കുവച്ച വീഡിയോയിൽ ഒഴുക്കിൽപ്പെട്ട് മൈക്ക് പിടിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകന്റെ തലയും കൈയും മാത്രം കാണുന്ന ദൃശ്യങ്ങളും കാണാം. അതേസമയം സംഭവം സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വീഡിയോ കണ്ടവരിൽ ചിലർ അദ്ദേഹത്തിന്റെ ധൈര്യത്തെ പ്രശംസിക്കുമ്പോൾ ഒരു വിഭാഗം സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അപകടകരമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തെ വിമർശിച്ചു. ഇത് പത്രപ്രവർത്തനത്തിന് അനിവാര്യമാണോ അതോ റേറ്റിംഗുകൾക്കായി അശ്രദ്ധമായി ശ്രമിച്ചതാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ജൂൺ 26 മുതൽ പാകിസ്ഥാനിൽ തുടരുന്ന കനത്ത മഴയിൽ 116 പേർ മരിക്കുകയും 250-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.